In the last class we have discussed about linkage editors, and in the case of linkage editor, the linking will be performed before load time, and another class of loaders, linking loader, that we have already discussed. In that case, the linking will be performed at the load time, and another type of linking is dynamic linking. And in the case of dynamic linking, linking will be performed after load time. That is a scheme that postpones the linking function until execution time. For execution time, for example, ഒരു സബ്റൂട്ടീനെ നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ ആ കോൾ വരുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ആ സബ്റൂട്ടീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നത്. That is a scheme that postpones the linking function until execution time. A subroutine is loaded and linked to the rest of the program when it is first called. Other names are dynamic loading or load on call. So we will call this as dynamic loading or dynamic linking. Dynamic linking. Okay. Then advantages: load the routines when they are needed. The time and memory space will be saved. Avoid the necessity of loading the entire library for each execution. That is, load the routines only when they are needed. Allow several executing programs to share one copy of a subroutine or library. That is dynamic link library or DLL. Then implementation of dynamic linking. So need the help of OS. Dynamic linking implement ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായം കൂടി വേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു OSൻ്റെ ഒരു പാർട്ടാണ് ഡൈനാമിക് ലോഡർ. ഡൈനാമിക് ലോഡർ ഈസ് one part of the OS that is related with this dynamic linking. OS should provide load and call system call. അപ്പോൾ ഇതൊരു സിസ്റ്റം കോളാണ് അല്ലെങ്കിൽ API ആണ്, ലോഡ് ആൻഡ് കോൾ. ഓക്കെ. നോർമലി നമ്മളൊരു സബ്റൂട്ടീനെ കോൾ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിനകത്ത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നത് JSub എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഡൈനാമിക് ലിങ്കിങ് പോസിബിൾ ആക്കാൻ വേണ്ടി വി ഹാവ് ടു യൂസ് ലോഡ് ആൻഡ് കോൾ സർവീസ് ഓഫ് ദി OS. Instead of executing a JSub instruction, the program makes a load and call service request to the operating system. The parameter of this request is the symbolic name of the routine to be called, and processing procedures of load and call, how that will be performed with the help of operating system. So here pass control to the operating system's dynamic loader. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്റൂട്ടീനെ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു JSubന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ലോഡ് ആൻഡ് കോൾ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സർവീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പാസ് കൺട്രോൾ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡൈനാമിക് ലോഡർ. OS ചെക്സ് ദി റൂട്ടീൻ ഇൻ മെമ്മറി ഓർ നോട്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഈ ഇപ്പോൾ വിളിക്കേണ്ട അടുത്ത സബ്റൂട്ടീനെ കോൾ ചെയ്യേണ്ട സബ്റൂട്ടീൻ ആൾറെഡി മെമ്മറിക്കകത്തുണ്ടോ ഇല്ലേ നോക്കും. മെമ്മറിക്കകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാസ് കൺട്രോൾ ടു ദി റൂട്ടീൻ. If not, load the routine and pass control to the routine. മെമ്മറിക്കകത്ത് ഇപ്പോൾ കറൻ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, we have to search the library within the secondary storage and then load the corresponding routine into memory. After subroutine is completed, the memory that was allocated to load it may be released or or not released. അപ്പോൾ നമ്മൾ ഇത് സബ്റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി എന്ത് ചെയ്യാം, ഒന്നുകിൽ അതിന് വേണ്ട മെമ്മറി റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ കീപ്പ് ചെയ്ത് വെക്കാം. അവിടെ തന്നെ കീപ്പ് ചെയ്ത് വെക്കാനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സെക്കൻഡ് ടൈം ഒരു കോൾ വരുമ്പോൾ ദർ ഇസ് നോ നീഡ് ടു ലോഡ് ദാറ്റ് സബ്റൂട്ടീൻ അഗെയിൻ. നമുക്കൊരു പിക്ടോറിയലി അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി, മെയിൻ മെമ്മറി ഇതാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് അവർ മെയിൻ മെമ്മറി. ഇത് മെയിൻ മെമ്മറിൻ്റെ അടുത്ത ഡയഗ്രാമാണ്. അപ്പോൾ എന്നുള്ള ഡയഗ്രാമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ
യൂസർ പ്രോഗ്രാം. ദിസ് ഈസ് അവർ യൂസർ പ്രോഗ്രാം. അപ്പോൾ യൂസർ പ്രോഗ്രാമിനകത്ത് നമുക്കൊരു സബ് റൂട്ടീനെ ഡൈനാമിക് ലിങ്കിങ് വെച്ചിട്ട് കോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ആൻഡ് കോൾ സർവീസ് യൂസ് ചെയ്യും. എക്സാമ്പിൾ ഈ കേസിൽ നമുക്ക് വേണ്ടത് എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സബ് റൂട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ERR ഹാൻഡിൽ എന്നാണ് അതിൻ്റെ പേരെന്ന് വിചാരിക്കുക. ERRHANDL ഇങ്ങനെ ഒരു സബ് റൂട്ടീനുണ്ട്. ഈ സബ് റൂട്ടീനെ നമ്മുടെ യൂസർ പ്രോഗ്രാമിനകത്ത് നിന്ന് കോൾ ചെയ്യണം. അത് എറർ ഹാൻഡിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ലൈബ്രറിക്കകത്തൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ലോഡ് ആൻഡ് കോൾ റിക്വസ്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് റിക്വസ്റ്റ് വിൽ ബി പാസ്ഡ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞു ഈ ഡൈനാമിക് ലിങ്കിന് വേണ്ടിയിട്ട് ഒരു ഡൈനാമിക് ലോഡർ എന്നുള്ളൊരു റൂട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു സർവീസ്. അപ്പോൾ ഈ ഡൈനാമിക് ലോഡറിനകത്തോട്ടാണ് എന്ത് ചെയ്യുക, ഈ ലോഡ് ആൻഡ് കോൾ റിക്വസ്റ്റ് വരിക. അപ്പോൾ ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ലോഡർ വിൽ ചെക്ക് വെദർ ദാറ്റ് റൂട്ടീൻ ഈസ് ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ ദി മെമ്മറി ഓർ നോട്ട്. അപ്പോൾ ഇവിടെ ഈ എറർ ഹാൻഡിൽ എന്നുള്ള റൂട്ടീൻ ഇപ്പോൾ മെമ്മറിക്കകത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഡൈനാമിക് ലോഡർ വിൽ സെർച്ച് ഫോർ ദാറ്റ് റൂട്ടീൻ ഇൻ ദി സെക്കൻഡറി സ്റ്റോറേജ്, അത് സെർച്ച് ഇൻ ദി ലൈബ്രറിക്കകത്ത് സെർച്ച് ചെയ്യും. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ റൂട്ടീനെ മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൺട്രോൾ വിൽ ഗോസ് ടു ഓർ ലോഡ് ദി റൂട്ടീൻ ഫ്രം ദി സ്പെസിഫൈഡ് ലൈബ്രറി ആൻഡ് കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് റൂട്ടീൻ. സോ ദാറ്റ് റൂട്ടീൻ വിൽ ബി എക്സിക്യൂട്ടഡ്. Then after completing the execution, control will return to the, അപ്പോൾ അങ്ങോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു, ജമ്പ് ടു ദി ലോഡർ റൂട്ടീൻ. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജമ്പ് ബാക്ക് ടു ദി, ഓക്കെ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജമ്പ് ബാക്ക് ടു ദി ഡൈനാമിക് ലോഡർ. ഡൈനാമിക് ലോഡറിനകത്തോട്ട് റിട്ടേൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡൈനാമിക് ലോഡറിൽ നിന്ന് ജമ്പ് ബാക്ക് ടു യൂസർ പ്രോഗ്രാം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എറർ ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സർവീസ് കഴിഞ്ഞല്ലോ, അതിന് വേണമെന്നുണ്ടെങ്കിൽ നിന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാം. ഇവിടെ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു യൂസർ പ്രോഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ ഇതേ യൂസർ പ്രോഗ്രാമിൽ നിന്ന് തന്നെ രണ്ടാമത് എറർ ഹാൻഡിലോട്ട് കോൾ വന്നു വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ദിസ് കൺട്രോൾ വിൽ ഗോസ് ടു ഡൈനാമിക് ലോഡർ. ഡൈനാമിക് ലോഡർ എന്ത് ചെയ്യും, ചെക്ക് വെദർ ദാറ്റ് റൂട്ടീൻ ഈസ് ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ ദി മെമ്മറി. ഓൾറെഡി പ്രസൻറ്റ് ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു സെർച്ച് ഇൻ ദി ലൈബ്രറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. Simply control will be transferred to error handle function, and after executing that function this control will go back to dynamic loader and then to the user program. So the second call to the subroutine may not require load operation. Okay, so that's about the dynamic linking. So the association of the actual address with the symbolic name of the called routine is not made until the call statement is executed. So the binding of the name to an actual address is delayed from the load time until execution time. So we will call this as delayed binding. This requires more overhead since operating system must intervene in the calling process. അത്രയാണ് നമുക്ക് ഡൈനാമിക് ലിങ്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. The next topic is bootstrap loaders. അപ്പോൾ bootstrap loader എന്നുള്ള കൺസെപ്റ്റാണ് പറയാനുള്ളത്. So how is loader itself loaded into memory? That is one question. അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ലോഡറിനെ ലോഡ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ലോഡറിൻ്റെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നോർമൽ ലോഡേഴ്സിനൊക്കെ ലോഡ് ചെയ്യുന്നാൽ ലോഡർ ഈസ് എ പാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് ഹൗ ഈസ് OS ഇറ്റ്സെൽഫ് ലോഡഡ് ഇൻ ടു മെമ്മറി. ഇപ്പോൾ മെമ്മറിക്കകത്ത് OS ഉണ്ടെങ്കിൽ OS എന്ത് ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ ലോഡ് ചെയ്യും. OSൻ്റെ ഒരു പാർട്ടാണ് ലോഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി പ്രോഗ്രാംസിനൊക്കെ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്തോളും. പക്ഷേ ഇനീഷ്യലി OSനെ ആര് ലോഡ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ലോഡറാണ് എന്ത്, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. അപ്പോൾ empty ആയിട്ടുള്ള മെമ്മറിക്കകത്തോട്ട് ഫസ്റ്റ് OSനൊക്കെ കൊണ്ടുവരുന്നതിനുള്ളൊരു ലോഡറാണ് എന്ത്, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്നുള്ളത്. On some computers, an absolute loader is permanently resident in ROM. When power on, the machine begins to execute this ROM program. അപ്പോൾ ഈ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ പ്രോഗ്രാം ആയിരിക്കും. ചില കമ്പ്യൂട്ടറിൻ്റെ കേസിൽ എന്തായിരിക്കും, അത് റോമിനകത്ത് ആ പ്രോഗ്രാം എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദിസ് പ്രോഗ്രാം പ്രസൻറ്റ് വിത്തിൻ ദി റോം വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ്
ദാറ്റ് വിൽ ലോഡ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ റോം റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ ഈ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടായിരിക്കും എന്നർത്ഥം. An intermediate solution is have a built-in hardware function that reads a fixed length record from some device into memory at a fixed location, then jump to execute it. This record contains machine instructions that load the absolute program that follows. If the loading process requires more instructions, the first record causes the reading of the others, and this in turn can cause reading of still more records. Hence the term bootstrap. The first record or records is generally referred to as bootstrap loader. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ബയോസ് റോമിനകത്ത് ബയോസ് എന്നുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സിസ്റ്റം പവർ ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ബയോസ് എന്ത് ചെയ്യും, ബയോസ് വിൽ റീഡ് എ ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ് ഫ്രം സം പർട്ടിക്കുലർ ഡിവൈസ്. ഇപ്പോൾ നമ്മൾ ബൂട്ട് ഡിവൈസ് എന്നൊക്കെ പറയും. ബൂട്ട് ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബൂട്ട് ഡിസ്കിനകത്ത് നിന്ന് ഫസ്റ്റ് സെക്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി ലോഡഡ് ഇൻ ടു ദാറ്റ് വിൽ ബി കോപ്പീഡ് ഇൻ ടു റാമിനകത്തോട് കോപ്പി ചെയ്യും. ആ ഫസ്റ്റ് റെക്കോർഡ് അതിന് നമ്മൾ ബൂട്ട് റെക്കോർഡ് അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ എന്ത് പറയും, ആ ബൂട്ട് റെക്കോർഡ് വിൽ കണ്ടെയ്ൻസ് ദി that first record will contain a small program that is responsible for loading the actual operating system. അപ്പോൾ ആ ഫസ്റ്റ് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ജനറലി റെഫേർഡ് ടു ആസ് എ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റം ടേൺ ഓൺ ചെയ്യുമ്പോൾ ബയോസിനകത്തുള്ള ഒരു ചെറിയ ബയോസ് എന്ത് ചെയ്യും, ദാറ്റ് വിൽ റീഡ് എ ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ് ഫ്രം സം ഡിവൈസ്. അത് നോർമലി നമ്മൾ ബൂട്ടബിൾ ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫസ്റ്റ് റെക്കോർഡ് എന്ത് ചെയ്യും, റീഡ് ചെയ്തെടുത്ത് വെക്കും മെമ്മറിക്കകത്തോട്ട്. ദാറ്റ് റെക്കോർഡ് കണ്ടെയ്ൻസ് എ ലോഡർ, a program or loader that is responsible for loading the actual operating system. So this first record is generally referred to as bootstrap loader.